വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പക്ഷേ ഇന്നൊരു പണി പാളി കേട്ടോ, മൊത്തത്തിൽ പണി പാളി പറഞ്ഞ ഗൈസ്. ഞങ്ങളുടെ അമ്മാമ്മയാണെങ്കിൽ ഞങ്ങൾ അറിയാണ്ട് കടയിൽ പോയി, മാത്രമല്ല വാതിലൊക്കെ ലോക്കാണ്. അപ്പോൾ ഞങ്ങൾ പുറത്താണ് പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി ഗൈസ്, ഇവളുടെ ചെരുപ്പാണെങ്കിൽ രണ്ടെണ്ണം തേക്കായി ഇവളെ പോയിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല. കൊറേ നേരം നമ്മൾ വിളിക്കുന്നത്. നോറയുടെയും പോയത്താ അവിടെ കിടക്കുള്ളൂ. നോറയുടെ പോയി. ഞാൻ എടുക്കാൻ ശ്രമിക്കാം. ഞാൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിയിട്ടില്ല ചേച്ചി, ഇറങ്ങട്ടെ. ഞാൻ അവളെ ഇറങ്ങട്ടെടി. അപ്പൊ ഞാനോ? അപ്പൊ ഗൈസ് അവളുടെ ചെരുപ്പ് എടുക്കാനായിട്ട് അവളെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ചെരുപ്പ് എടുക്കുന്നുണ്ട്. ഇനി പ്രോബ്ലം എന്ന് വെച്ചാൽ അമ്മാമ്മ വന്നേരെ വേണ്ടട്ടോ. അപ്പൊ ഗൈസ് ഒന്ന് പണി. അപ്പൊ ഗൈസ് വീട് ലോക്കാണ്, അതാണ് പണി പാളിയേക്കണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. മാത്രമല്ല എന്താ പറയാ, അമ്മാമയും പുറത്തേക്ക് പോയേക്കണ വീടും ലോക്കാണ്. ഞാൻ ചെരുപ്പ് ഇപ്പം എടുത്തുള്ളൂ. ചെരുപ്പിന്റെ കാര്യം തീർന്നു, പക്ഷെ വീട് ലോക്കാണ് ഗൈസ്. അതാണ് പണി. എന്താ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ഇത്ര വെള്ളമുള്ളൂ ഇപ്പൊ. തീരും ഇത്രേ വെള്ളമുള്ളൂ. ഫുഡും ഇല്ല. അപ്പുറത്തെ വീട്ടിലാണ് അമ്മച്ച് പോയേക്കുന്നത്. എവിടെയാണെന്നറിയോ ഗൈസ്? ഒരു ദൂരെയുള്ള മാർക്കറ്റിലാണ് കൊറേ നേരം കഴിക്കുന്നത്. ഫോണ് ഞങ്ങളുടെ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിന്റെ അകത്ത് നിന്ന് കിട്ടിയതാണ്. ഈ വീടെടുത്തേക്ക് അകത്തുനിന്ന് മോളിൽ നിന്ന് കുറ്റിയിട്ടേക്കാണ്. അകത്തുനിന്ന് മോളിൽ നിന്ന് കുറ്റിയിട്ടേക്കാണ്. ബാക്കിലും ആ അവസ്ഥ തന്നെയാണ്. ബാക്കിൽ താഴിട്ട് കൂട്ടിയിരിക്കുകയാണ്. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മാമ്മയൊക്കെ കഴിക്കാന്ന്. അപ്പുറത്തെ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് രണ്ട് സ്ഥലത്തും കൂട്ടിയിട്ടേക്കാണ്. നിങ്ങൾ വിചാരിക്കും അത് ലോക്ക് ഇട്ടിട്ടില്ലെന്ന്, പക്ഷെ അകത്തുനിന്നാണ് കേട്ടോ ലോക്ക് ഇട്ടേക്കണേ. അമ്മച്ചി ഇപ്പോഴാണ് അകത്തുനിന്ന് ലോക്ക് ഇട്ടിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് ലോക്ക് ഇട്ടിട്ടാ. പക്ഷെ എന്താവും എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. നമുക്കിപ്പോ ഞങ്ങൾ മുകളിൽ വേറൊരു വീട് ഇടിക്കായിരുന്നു. നമുക്ക് മുകളിൽ തന്നെ പോയി വെക്കാം. അത് വേണോ? ഇവിടെ നമുക്ക് ഈ സൈക്കിള് അങ്ങോട്ട് കൊണ്ടുപോവാം. ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിൽ പോകണമെന്ന് ചോദിച്ചാൽ അപ്പുറത്തെ വീട്ടിൽ കൺസ്ട്രക്ഷൻ ആയിട്ട് പൊടിയൊക്കെയാണ്. പൊടി ഞങ്ങൾക്ക് അലർജി ഒക്കെയാണ്, അതുകൊണ്ട് എവിടെയും പോകാൻ പറ്റൂല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. അവിടെ മരിപ്പുണ്ട്. അവിടെ മരിപ്പുണ്ട്. ഞങ്ങളിപ്പോ ബോറടിച്ചുകൊണ്ട് കൊച്ചിന് സൈക്കിൾ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മോളോട്ട് കൊണ്ടുപോകണേന്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നേക്കണേ. അതെ, ഇനി സൈക്കിൾ താഴോട്ടുള്ളതാണ്. ഒരു വീട്. മമ്മിയാണെങ്കിൽ ആശുപത്രി പോയൊക്കെയാണ് ജോലി. നേഴ്സായിട്ട് നേഴ്സായതുകൊണ്ട് ആശുപത്രി പോയൊക്കെയാണ്. അമ്മക്ക് രാവിലെ ഡ്യൂട്ടി. അമ്മക്ക് രാവിലെയാണ് ഡ്യൂട്ടി, അതുകൊണ്ട് രാവിലെ പോയി. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാത്രി ഉച്ചക്കൊക്കെ ഇരിക്കും. സൈക്കിൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടഫുണ്ട്. ഇനി ഇതെങ്ങനെ ഇറക്കുന്ന പോലും ഞങ്ങൾക്കറിയില്ല. ഇറക്കാൻ ചിലപ്പോൾ ഈസി ആയിരിക്കില്ല. അങ്ങനെ സൈറ്റേക്ക് വീഴും, ഉരുണ്ട് വീഴും.
അപ്പൊ ഗൈസ് സൈക്കിൾ അങ്ങനെയല്ല ലാസ്റ്റ് കയറ്റിയിട്ടുണ്ട്. ഇനി കൊച്ചൊന്ന് ചവിട്ടിക്കോട്ടെ, കൊച്ചു ചവിട്ടട്ടേടി. അപ്പൊ പൂക്കളത്തിന്റെ പാർട്ട് 2 പൂക്കളത്തിന്റെ ഞങ്ങൾ നിർത്തി വെക്കാണ്. ആകെ പെട്ട അവസ്ഥയിലായതുകൊണ്ട് ഞങ്ങൾ പാർട്ട് 2 അങ്ങോട്ട് നിർത്തി വെച്ച്. സോറി ഗൈസ്, ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പൊ തന്നെ എടുക്കും. അപ്പൊ അതെ കൊച്ചിനെ സൈക്കിള്. അപ്പൊ ഗൈസ് ഞോറ സൈക്കിൾ ചവിട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മ ഞോറനെ കളിപ്പിക്കണത്. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഈ സൈക്കിൾ തരാത്തോണ്ട് ഞാൻ അമ്മേനോട് അവൻ്റെ ലിബാം ഉണ്ടായിരുന്നു, നല്ല കളറുള്ള ലിബാം, അതിനോറ ഒടിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് അത് പറയുന്നുള്ളത്. നിറച്ചിയും സാഡ്നെസ്സും ദേഷ്യവും കൊണ്ട് സൈക്കിൾ ചവിട്ടുന്നുണ്ട്. നമുക്ക് വ്യൂസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അവിടെ എന്തായാലും നോക്കാം. അല്ല പണി ആ പണി ചെയ്തില്ലെങ്കിൽ ഗൈസ് അപ്പൊ ഗൈസ് ഞാനേ അമ്മേന്റെ വീട്ടിലേക്ക് പോകുന്നു. കുറച്ചാളും കൂടി കഴിയുമ്പോ ഞങ്ങൾ ഉണ്ടാവൂല ഗൈസ്. ഗൈസ് ഞങ്ങൾ ഇനി അധികം ദിവസം ഉണ്ടാവൂല. ഞാനും എൻ്റെ അനിയത്തിയും ഇവര് കുറച്ചാളെ ഇവിടെ അമ്മയുടെ വീട്ടിൽ പോകും. അതുകൊണ്ട് ഞങ്ങൾ അധികം നാളുണ്ടാവൂല. ഞങ്ങളും പോകും ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ. അപ്പൊ ഗൈസ് ഞങ്ങൾ പെട്ടിരിക്കുക. എനിക്ക് നല്ല വിശക്കുണ്ട്, നല്ല വിശപ്പുണ്ട് ഗൈസ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി ഗൈസ്. അതാണ് ഒരു പണി പാളിന്ന് പറയാം. ഞങ്ങൾ എന്ത് ചെയ്യണോ ഞങ്ങൾക്ക് പോലെ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇത് വീഡിയോ ഇവിടെ അവസാനിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോ ഇപ്പൊ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും അവസാനിക്കാത്തത്. ബൈ ബൈ. ബൈ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.